ആചാര്യ ഇവിടെ ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ഈ വൈക്ക്? എൻ്റെ മോളെ കല്യാണമാണ് ഈ വരുന്ന 25-ാം തീയതി. ഞാൻ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നാട്ടുകാർ സഹായിച്ചിട്ടാണ് നമ്മളെ കല്യാണം നടത്തേണ്ടത്. അപ്പം നിങ്ങൾ ഓഡിറ്റോറിയത്തിന് എന്തെങ്കിലും കുറച്ച് തന്നാൽ അതിനനുസരിച്ച് ചെയ്യാൻ. മോളെ കല്യാണമാണല്ലേ? അതിന് മോനെ നമ്മളിവിടെ ഓഡിറ്റോറിയം 50,000 റുപ്യക്കാണ് നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കല്. ഇവിടെ മുതലാളിമാര് പാവപ്പെട്ടവരൊന്നുമില്ല, എല്ലാവർക്കും നിശ്ചിത റേറ്റാണ്. അതിനാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഈ അമ്പുട്ട ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ പേരിട്ട ഓഡിറ്റോറിയം ഈ നാട്ടില്, അത് എനിക്കറിയോ? എൻ്റെ മോളെ കാര്യമാണ്. നിങ്ങൾ പരമാവധി കുറച്ച് തരുമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നതാണ്. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. എല്ലാ ചങ്ങായെ, ഞാൻ എനിക്ക് എങ്ങനെ കുറച്ച് തരാന്ന് വെച്ച് പറഞ്ഞത്. ഞാൻ ഇവിടെ എല്ലാവർക്കൊന്നും ഒരേമാതിരി പൈസ മേടിക്കണത്. എനിക്കിഷ്ടമെങ്കിൽ ഈ മാണല് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ പണി നോക്കി പോയിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ ഈ വൈക്ക്? ആചാര്യ, എൻ്റെ മോളെ കല്യാണമാണ് ഈ വരുന്ന 25-ാം തീയതി. അപ്പൊ കുടുംബ സമേതം വീട്ടിൽ വരിക. എല്ലാ ഈ വരുന്ന 25-ാം തീയതി മോളെ കല്യാണം. അപ്പൊ എന്താ പേരിൽ വെച്ചാക്കി ഓഡിറ്റോറിയം ഒന്നും കിട്ടിയില്ല എനിക്ക്? ആ അമ്പുട്ടാനാചാര്യ അടുത്ത് ഞാൻ പോയി ഓഡിറ്റോറിയം ചോദിച്ചു. മൂപ്പര് ഒരു അടി പിന്നോട്ടില്ല, പറഞ്ഞ ആ ഫിക്സഡ് റേറ്റാണ്. ഇജല്ലാതെ ഈ അമ്പുട്ടാചാര്യത്ത് പോവോ? എനിക്ക് എന്താ പിരാന്താ? അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുതലാളിമാർക്ക് എന്നുണ്ടെങ്കിൽ മുതലാളിമാര് ആ ലെവലില്, തൊഴിലാളികൾ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും അതും അതേപോലെ തന്നെ. അയാൾക്ക് കുറച്ച് കൊടുക്കണം എന്നുള്ള ഒരു നിലപാടില്ലാത്ത ആളാണ്. സാധാരണ പാവപ്പെട്ട ആളുകളെ സ്വന്തമായി ഒന്ന് പരിഗണിക്കാൻ കഴിയണം. അതാ അമ്പുട്ടാനാജിക്ക് അറിയില്ല. അതാണ് അയാൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഏതായാലും നമ്മളിപ്പോ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് നമ്മൾ വീട്ടിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തേക്കല്ല. വീട്ടിൽ കാണിച്ച എന്റെ വീട്ടിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കണേന് അതിന് പ്രത്യേക ഒരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, ബർക്കത്തും ഉണ്ടാവും, അള്ളാന്റെ അടുത്ത് പ്രത്യേക ഹൈറും ഉണ്ടാവും. ഇനിയിപ്പോ വരുന്ന പെണ്ണിനാണെന്നുണ്ടെങ്കിൽ അതിന് നസീബും ഉണ്ടാവും. ആചാര്യ, നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് സത്യമുണ്ട്. നിങ്ങളെ കുടുംബവും കുട്ടികളും മക്കളൊക്കെ കൂട്ടിയിട്ട് നിങ്ങളാണ്ട് 25-ാം തീയതി വീട്ടിൽ കണ്ടുപോയി. ഓക്കെ. പഴയ കാലത്തൊക്കെ കല്യാണം നടത്തുന്ന പറഞ്ഞാല് അയൽവാസികളും കുടുംബങ്ങളും കൂട്ടക്കാരൊക്കെ വന്നിട്ട് ഒന്നായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പാടെ പന്തലിട്ട് കണ്ട് നടത്തലാണ്. ഇതിപ്പോ കണ്ടില്ല ആ പാവം. എന്താ പോന്റെ സ്ഥിതി? മോന്റെ മോളെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് ഓൻ ഈ പടാപ്പാട് മുഴുവൻ പെടുന്നത്. എന്നിട്ട് എന്താ വെച്ചാൽ ഒരു ഓഡിറ്റോറിയം നിശ്ചയിച്ചിട്ട് ആ ഓഡിറ്റോറിയത്തിന്റെ മുതലാളി അയാൾക്ക് പൈസ കുറച്ചു കൊടുക്കുന്നില്ല. അപ്പൊ പ്രത്യേകമായുള്ള ശ്രദ്ധയ്ക്ക് എന്താ വെച്ചാൽ ഓഡിറ്റോറിയമുള്ള മുതലാളിമാരെ ഈ പാവങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും കുറച്ചൊക്കെ കൊടുത്താൽ അത് എന്നൊരു നല്ലൊരു ഗുണമാണ്. പ്രത്യേകിച്ച് ആ ഓഡിറ്റോറിയത്തിന്റെ മുതലാളിക്ക് പ്രത്യേകിച്ച് ഒരു ബർക്കത്തും ഉണ്ടാവും. മുതലാളിമാരെ എന്തെങ്കിലും പൈസ ഉണ്ടായിട്ടാണ് ഒരു കല്യാണം നടത്തുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെയല്ല പാവങ്ങൾ. അപ്പൊ പാവങ്ങളെ ശ്രദ്ധിക്കുക. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിയുന്ന പരമാവധി കുറച്ചു കൊടുത്ത് സഹകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക.